തെക്ക് അഷ്ടമുടിക്കായലിൻ്റെയും പടിഞ്ഞാറ് അറബിക്കടലിൻ്റെയും വശതയേറ്റുവാങ്ങുന്ന ചവറ സാമൂഹിക നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച നാടുകൂടിയാണ്. കരിമണൽ സമ്പത്താൽ സമൃദ്ധമായ ചവറ ഇന്ന് ചരിത്രം കുറിച്ചുകൊണ്ട് വികസന പാതയിലൂടെ മുന്നേറ്റം നടത്തുമ്പോൾ ആ മുന്നേറ്റങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ചരിത്രത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ജ്വലിക്കുന്ന സ്മരണകളിരമ്പുന്ന ചവറ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഹൃദയത്തിലേറ്റി വികസനത്തിൻ്റെ പുതിയ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. സാമൂഹ്യക്ഷേമത്തിലും അടിസ്ഥാന വികസന സൗകര്യങ്ങളിലും ചവറ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ വികസനമെന്ന വാക്കിന് ഇവിടെ പുതിയ അർത്ഥതലങ്ങൾ കൈവരികയാണ്. വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മുന്നേറ്റത്തിലൂടെ ചവറ പുത്തൻ മാതൃക തീർക്കുകയാണ്. മികച്ച പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വിദ്യാലയങ്ങളെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ 20 കോടിയോളം രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നതെന്ന് മണ്ഡലം MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള ചൂണ്ടിക്കാട്ടുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പശ്ചാത്തല മേഖലയിലും അതുപോലെ സേവന മേഖലയിലും ഒക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഒരുപക്ഷെ 10-15 വർഷം കൊണ്ട് നടക്കേണ്ട പദ്ധതികൾ പെട്ടെന്ന് ദ്രുതഗതിയിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ചവറ മണ്ഡലത്തിലും അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് 20 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂളുകളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടായി. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചവറ ഗവൺമെൻറ് കോളേജിൽ ഏതാണ്ട് 7.5 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് ഒരു ആധുനിക കെട്ടിടവും ലൈബ്രറി സമുച്ചയവും എല്ലാം കൂടെ നിർമ്മിച്ച് അത് ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുകയാണ്. ചവറ ഗവൺമെൻറ് കോളേജിൽ തന്നെ ഏതാണ്ട് നേരത്തെ പറഞ്ഞ കെട്ടിട കിഫ്ബി ഫണ്ട് കൂടാതെയുള്ള 12ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇനി നടപ്പാക്കേണ്ടതുണ്ട്. ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ ചുറ്റുമതിൽ, അത് നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ, അങ്ങനെ വിവിധ പദ്ധതികൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ നിർമ്മാണ ആരംഭം, ചുറ്റുമതിലിൻ്റെ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റെല്ലാ ഡിസൈൻ വർക്കുകളെല്ലാം കഴിഞ്ഞ് ടെൻഡർ വർക്കിലേക്ക് പോയിരിക്കുകയാണ്. ലേഡീസ് ഹോസ്റ്റൽ അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ട ഗ്രൗണ്ടിൻ്റെയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള സമൂഹമെന്ന ലക്ഷ്യത്തോടെ ഈ മേഖലയിലും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവയ്ക്കുന്നത്. അനേകായിരങ്ങൾ ആശ്രയിക്കുന്ന നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആശുപത്രി നവീകരിക്കുന്ന നടപടി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 46 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആശുപത്രി വികസനം യാഥാർത്ഥ്യമാക്കുന്നതെന്നും MLA അറിയിച്ചു. ആരോഗ്യമേഖലയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് താലൂക്ക് ഹോസ്പിറ്റൽ അത് ആധുനികവൽക്കരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററും ICU, ട്രോമ കെയർ യൂണിറ്റും എല്ലാമുള്ള ആശുപത്രി സമുച്ചയം അത് ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനത്തിന് സജ്ജമാകുകയാണ്. ഏതാണ്ട് 47 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് പണി പൂർത്തിയായി വരികയുണ്ട്. ആയുർവേദ ഹോസ്പിറ്റൽ പ്രധാനമായിട്ടും കുറ്റിവട്ടം ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ അത് പേവാർഡോടുകൂടിയുള്ള സജ്ജീകരണമാണ്. അതിന് 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതും പൂർത്തീകരിച്ചിട്ടുണ്ട്. ചവറ ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറിക്കും ആധുനിക രീതിയിലുള്ള നല്ല കെട്ടിട സമുച്ചയം 85 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ പഞ്ചകർമ്മ ചികിത്സ അടക്കം നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വൻകിട പദ്ധതികളും മണ്ഡലത്തിലേക്ക് വരുന്നുണ്ട്. കിഫ്ബി ഫണ്ട് കൂടാതെ
മണ്ഡലത്തിൽ MLA ആസ്തി വികസന ഫണ്ട്, അതുപോലെ ബഡ്ജറ്റ് ഫണ്ടുകൾ, മറ്റ് പ്ലാൻ ഫണ്ടുകൾ ഇതെല്ലാം വിനിയോഗിച്ചുകൊണ്ട് മിക്കവാറും എല്ലാ സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങൾ LP തലം മുതൽ ഹയർ സെക്കൻഡറി വരെയും പിന്നെ എല്ലാ ആശുപത്രികളിലും പുതിയ സൗകര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് പണം വിനിയോഗിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ PW റോഡുകളെല്ലാം തന്നെ BMBC നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇക്കാലയളവിൽ അതിനുവേണ്ടി വലിയ തുകയാണ് സർക്കാരിൽ നിന്നും കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിലേക്ക് ലഭിച്ചത്. 7ഓളം തുരുത്തുകൾ നിലനിൽക്കുന്ന മണ്ഡലത്തിൽ സുഗമമായ സഞ്ചാരമാർഗമില്ലാതെ തുരുത്തു നിവാസികൾ ദുരിതമനുഭവിക്കുന്ന അവസ്ഥയ്ക്കും മാറ്റം വരികയാണ്. പുറം ലോകത്തെത്താൻ കുട്ടികളടക്കമുള്ളവർ ചെറുവള്ളങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇവിടെ 21 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പാലം നിർമ്മിക്കുവാൻ നടപടി സ്വീകരിച്ചതെന്നും ഡോക്ടർ സുജിത് വിജയൻപിള്ള പറയുന്നു. അരുനെല്ലൂർ പെരിങ്ങാല മൺട്രോത്തുരുത്ത് പാലവും യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. പിന്നെ നമ്മുടെ പശ്ചാത്തല സൗകര്യത്തിൽ റോഡുകളുടെ പിന്നെ BMBC നിലവാരത്തിലേക്ക് നല്ല രീതിയിൽ പുനർനിർമ്മിക്കുന്നതിനായിട്ട് അത് വെറ്റമുക്ക് താമരക്കുളം റോഡിൻ്റെ ഭാഗമായിട്ടാണ് ചുറ്റുവട്ടം മുതൽ അതുപോലെ ചെരങ്ങരമുക്ക് വരെയും വെറ്റമുക്ക് മുതൽ തേവലക്കര റോഡുകളുമെല്ലാം തന്നെ ആധുനികവൽക്കരിച്ചു. ഇതിന് കിഫ്ബി ഫണ്ട് 62 കോടി രൂപയാണ് വിനിയോഗിക്കുന്നതെങ്കിലും അത് 5 മണ്ഡലത്തിലൂടെ കയറിയാണ് വരുന്നത്. അതിൽ ചവറ മണ്ഡലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി വരുന്നു. നമ്മൾ നടപ്പാക്കേണ്ട പദ്ധതികളിൽ ഏകദേശം ഇനി പൂർത്തിയാകേണ്ടത് 12 കോടി രൂപ മുതൽ മുടക്കി പൂവിൽത്തോട്ടത്ത് ഒരു പാലം പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡുകൾ പണിയേണ്ടതുണ്ട്. അതുകൂടാതെ 10ഓളം പാലങ്ങൾ 9ഓളം പാലങ്ങളുടെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അത് വിവിധ ഘട്ടങ്ങളിലായി ഇനി ടെൻഡർ എടുക്കേണ്ടതുണ്ട്. ചിലതിന് ഭൂമി അക്യൂർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഫണ്ട് വകയിരുത്തി ASഉം ടെക്നിക്കൽ സാങ്ഷനും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ടെൻഡർ നടപടികളുടെ ഭാഗമായി. ഗ്രാമീണ റോഡുകൾക്കും ഈ കാലയളവിൽ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ 27 കോടി രൂപ മാറ്റിവെച്ച് ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. പൊതുവിടങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് പല 2 കുളങ്ങൾ തേവലക്കരയിലും അതുപോലെ പന്മനയിലും കുളങ്ങൾ ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുകയും അവിടെ നടപ്പാതകൾ സൃഷ്ടിക്കുകയും ലൈറ്റിംഗ് സംവിധാനം ഒരുക്കുകയും ചെയ്തുകൊണ്ട് ആധുനികവൽക്കരിച്ച് ഒരു പൊതുവിടങ്ങൾ കുടുംബത്തോടെ വന്നിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അത് ശക്തികുളങ്ങരയിലും ഹാർബറിനോട് ചേർത്ത് ഒരു വയോജനവും അതുപോലെ ചിൽഡ്രൻസ് പാർക്കും അത് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പേപ്പർ വർക്കുകൾ നടക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്. സിവിൽ സ്റ്റേഷൻ്റെ 3-ാം നിലയും 4-ാം നിലയും അതിൻ്റെ എക്സ്റ്റേഷൻ അത് ലിഫ്റ്റോട് കൂടിയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിരവധി ഓഫീസുകൾ, അത്യാവശ്യം കോടതിക്കും ഫാമിലി കോടതി വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിലവിലുള്ള PWD ബിൽഡിങ്ങിൽ ഒരുപാട് അസൗകര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം സിവിൽ സ്റ്റേഷനിലുണ്ട്. ആധുനിക രീതിയിലുള്ള ഒരു ബസ് ബേ ശങ്കരമംഗലത്ത് നമ്മൾ നിർമ്മിച്ച് നൽകുകയാണ്. അതുകൂടാതെ ആധുനിക ഫിഷ് മാർക്കറ്റ്, കാവനാട് ഫിഷ് മാർക്കറ്റ് ആധുനികവൽക്കരിക്കുന്നതിന് 2 കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ശക്തികുളങ്ങരയിൽ മുക്കാട് ഫാത്തിമ ഐലൻഡ്, അതുപോലെ ഫാത്തിമ ഐലൻഡ് അരുളപ്പം തുരുത്ത് പാലങ്ങൾക്കും അതിൻ്റെ അപ്രോച്ച് റോഡുകൾക്കുമായിട്ട് 17.5 കോടിയോളം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട 2 ഹാർബറുകൾ, നീണ്ടകര അതുപോലെ ശക്തികുളങ്ങര ഹാർബറുകൾ
അവിടെയും അതിൻ്റെ നവീകരണത്തിനായിട്ട് വൻതുക മാറ്റിവെച്ച ഒരു സമയമാണ്. അതുകൊണ്ട് 35ഓളം കോടി രൂപയാണ് ശക്തികുളങ്ങര ഹാർബറിൻ്റെ വികസനത്തിനായിട്ട് പുതിയ വാർപ്പുകൾ നിർമ്മിക്കുവാനും ലേല ഹാൾ നിർമ്മിക്കുവാനും അതുപോലെ ഡിസാസ്റ്റർ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലോക്കർ റൂം ഫെസിലിറ്റികളും ഒക്കെയായിട്ട് തൊഴിലാളികൾക്കും എല്ലാം സുരക്ഷിതത്വം നൽകുന്ന രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. നീണ്ടകരയിലും പുതിയ ഷോപ്പുകളും അതുപോലെ ആധുനികവൽക്കരിച്ച നമ്മുടെ ലേല ഹാളും എല്ലാം ആയിട്ട് അവിടെ ഒരു നെറ്റ് ഫാക്ടറിയും കൂടെ, നെറ്റ് ഫാക്ടറിയുടെ കല്ലിടിയിൽ കർമ്മം ഈ ആഴ്ച നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മിനിസ്റ്ററാണ്, ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് എൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നത്. പണി പൂർത്തീകരിച്ച ബോട്ട് ബിൽഡിംഗ് യാർഡ്, ഫൈബർ ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് ശക്തികുളങ്ങര കല്ലുംപുറത്ത്, അതും ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ചവറ പഞ്ചായത്തിലെ 1.25 ഏക്കറോളം വരുന്ന സ്ഥലത്ത്, പടന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ 4 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് അവിടെ വയോജന പാർക്കും അതുപോലെ ചിൽഡ്രൻസ് പാർക്കും പിന്നെ സെൽഫി പോയിൻറ്റും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു പാർക്ക്, പൊതുവിടം അത് സൃഷ്ടിക്കുവാൻ അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഹാബിറ്റാറ്റാണ് അതിൻ്റെ നിർമ്മാണ ചുമതല, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു 10 വർഷമാണ് LDFിൻ്റെ ഭരണകാലത്ത് ചവറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലയിലും സർവ്വതോന്മുഖമായ വികസന സമൃദ്ധി എത്തിച്ചുകൊണ്ടാണ് ചവറ എന്ന ചരിത്രമണ്ഡലം പുതിയ അധ്യായം എഴുതി ചേർക്കുന്നത്. ചവറ വികസനങ്ങളുടെ പുതിയ ചരിത്രം എഴുതുമ്പോൾ സാധ്യമാകുന്നത് ജനങ്ങളുടെ ചിരകാല അഭിലാഷങ്ങൾ കൂടിയാണ്. ഇനിയും ഏറെ വികസനങ്ങളുടെ അലകൾ ഉയർത്തുവാനായി അഷ്ടമുടിക്കായലിൻ്റെയും അറബിക്കടലിൻ്റെയും ഈ സമീപ പ്രദേശം കാത്തിരിക്കുകയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര. കിഫ്ബിയുടെ വിവിധ പദ്ധതികൾക്ക് കീഴിൽ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനം പുരോഗമിക്കുന്നു. ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ ഇനി കൊട്ടാരക്കരയുടെ വികസന വിശേഷങ്ങളാണ്. സമാനതകളില്ലാത്ത വികസനമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. വികസനമെത്താത്ത ഒരു പ്രദേശവും കൊട്ടാരക്കരയിൽ ഇല്ല എന്നുള്ളതാണ് മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നത്. ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഫ്ബി വഴി കേരളത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വലിയ റോഡുകളും വലിയ ആശുപത്രികൾ, സ്കൂൾ കെട്ടിടങ്ങൾ, കോളേജ് കെട്ടിടങ്ങൾ, നഗരങ്ങളിലെ വികസന പരിപാടികൾ, വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വലിയ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ആധുനിക സൗകര്യങ്ങൾ വരുന്നതിന് കിഫ്ബി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, നല്ല ദൈനംദിന ജീവിതത്തിലെ സൗകര്യങ്ങളും കൂടുതൽ തൊഴിലവസരങ്ങളും വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് 67.67 കോടി രൂപയുടെ ധനസഹായമാണ് കിഫ്ബി നൽകിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായാണ് തുക വിനിയോഗിക്കുക. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള 3 കെട്ടിടങ്ങൾ പുതുതായി നിർമ്മിക്കുന്നു. ഇവയിൽ ഒന്ന്
10 നിലയാണ്. 4 നിലകളിലായി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, 5 നിലയുള്ള ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്, 10 നിലയിലുള്ള വാർഡ് ടവർ എന്നിവ വേറെ. ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ ഇതോടൊപ്പം പൊളിച്ചു നീക്കുകയും ചെയ്യും. രാജ്യാന്തര നിലവാരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം. ലിഫ്റ്റുകൾ, സാനിറ്റേഷൻ, ഓർഗാനിക് വേസ്റ്റ് കൺവേർഷൻ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അഗ്നിശമന സംവിധാനം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവേശന കവാടം, ചുറ്റുമതിൽ, റോഡ്വേ, നടപ്പാത എന്നിവയും വികസന പദ്ധതിയുടെ ഭാഗം. 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 67.67 കോടി രൂപ കിഫ്ബി ലഭ്യമാക്കിയത്. നഗരത്തിലെ റോഡുകൾ, പ്രധാനപ്പെട്ട റോഡുകൾ, ആശുപത്രി കെട്ടിടങ്ങൾ, നിരവധി സ്കൂളുകൾ എല്ലാം കിഫ്ബിയുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ഈ ഘട്ടം കൂടി കഴിയുമ്പോഴേക്കും പൂർത്തീകരിക്കുമ്പോഴത്തേക്കും വലിയൊരു കുതിച്ചുചാട്ടം കേരളത്തിലാകെ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടാവും. കൊട്ടാരക്കര നഗരത്തിലെ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കിൻ്റെ കാരണമായ കൊട്ടാരക്കര റോഡിലെ തിരക്ക് ഒഴിവാക്കാൻ ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിയൊക്കെ ആയിട്ട് കിഫ്ബി പണം വെച്ചു. പ്രോജക്റ്റിനും പണം വെച്ചിട്ടുണ്ട്. അത് 11-1 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സ്ഥലമെടുക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷനും ആയിക്കഴിഞ്ഞു. അതിന് ഏകദേശം 100 ചില്ലോരം കോടി രൂപയാണ് ആ ഘട്ടം കണക്കാക്കുന്നത്. ആരോഗ്യമേഖലയ്ക്ക് പുറമെ പൊതുമരാമത്ത് ജോലികൾക്കും കൊട്ടാരക്കരയിൽ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കല്ലടയാറിന് കുറുകെ ചെട്ടിയാരഴിക്കകത്ത് പാലം നിർമ്മാണത്തിന് 10.18 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെയുള്ള പാലമാണിത്. കൊല്ലം ജില്ലയിലെ താഴത്ത് കുളക്കടയും പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയും ബന്ധിച്ചാണ് MC റോഡിന് സമാന്തരമായുള്ള പാലം. 130 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. മണ്ണടി ഭാഗത്ത് 380 മീറ്റർ നീളത്തിലും താഴത്ത് കുളക്കട ഭാഗത്ത് 425 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡ്. മണ്ണടിയിലുള്ളവർക്ക് കൊട്ടാരക്കര, പുത്തൂർ ഭാഗങ്ങളിലെത്താനുള്ള എളുപ്പമാർഗമാണ് ഈ പാലം. MC റോഡിൽ ഗതാഗത കുരുക്കുണ്ടായാൽ അടൂരിൽ നിന്നും ഏനാത്ത് നിന്നും വഴിതിരിച്ചു വിടുന്ന വാഹനങ്ങൾക്ക് ഇതുവഴി കൊട്ടാരക്കരയിലേക്ക് പോകാം. പല പാലങ്ങൾ ഇപ്പോൾ അറക്കടവ്, വെളിയം, ഹരിപ്ര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അറക്കടവ് പാലം പണി പൂർത്തീകരിച്ചു. പാലങ്ങൾ വെള്ളടയാറിന് കുറുകെയുള്ള ചെട്ടിയാരെഴുത്ത് പാലം, അതുപോലെയുള്ള പാലങ്ങൾ പൂർത്തീകരിച്ചു. ഏകദേശം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാലങ്ങൾ തന്നെ നെടുമങ്കാവ് ജംഗ്ഷനിൽ, നെടുമങ്കാവ് വെളിയത്തുനിന്ന് നെടുമങ്കാവിലേക്ക് വരുന്ന പാലത്തിൻ്റെ പണി നടക്കുകയാണ്. അതുപോലെ കൽച്ചിറപ്പള്ളി പാലത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തി അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലെവലിൽ ഇങ്ങനെ ചെറുതും വലുതായ പാലങ്ങൾ, തൃപ്പലഴികം ഒരു ചെറിയ പാലം, ഇങ്ങനെ നിരവധി പാലങ്ങൾ, മിക്കവാറും എല്ലാ റോഡുകളും PWD റോഡുകളെല്ലാം ആധുനികവൽക്കരിച്ച് കഴിഞ്ഞു. ശാസ്താംകോട്ട, കൊട്ടാരക്കര, നീലേശ്വരം കോർട്ട് കോംപ്ലക്സ് റോഡിന്റെ വികസനം ഈ മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ സുപ്രധാനമാണ്. 20.80 കോടി രൂപ കിഫ്ബി വഴി ഇതിന് അനുവദിച്ചിട്ടുണ്ട്. നെടുമങ്കാട് ആറിന് കുറുകെയുള്ള അറക്കക്കടവ് പാലത്തിന് 10.28 കോടി രൂപയും കിഫ്ബി ധനസഹായം നൽകി. പുതിയ നിർമ്മാണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം KSRTCയുടെ ആധുനികവൽക്കരിച്ച കെട്ടിടമാണ്. അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി, തുക അനുവദിച്ചു, ടെൻഡർ പ്രോസസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് വളരെ വലിയ ഒരു മാറ്റം, കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ഒരു ആകർഷകമായ ഒന്നായി മാറും ആ ബസ് സ്റ്റാൻഡ്.
അത് പണവും അനുവദിച്ച് ടെൻഡറും ആക്കി, അല്ലെ പണവും അനുവദിച്ച് അഡ്മിനിസ്ട്രേഷൻ സാങ്ഷനും എല്ലാം ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഏതെങ്കിലും പദ്ധതിയെപ്പറ്റി പറയാറുള്ളൂ. ഇവിടെ ഇപ്പോൾ തന്നെ ടെൻഡർ ചെയ്ത് കഴിഞ്ഞതാണ് കൊട്ടാരക്കര റെസ്റ്റ് ഹൗസ്. 8 കോടിയോളം രൂപയാണ് റെസ്റ്റ് ഹൗസിൻ്റെ അടുത്ത ബ്ലോക്ക്, നമ്മുടെ ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിൻ്റെ. കൊട്ടാരക്കരയിലെ ഗണപതി ക്ഷേത്രത്തോട് ചേർന്നൊരു പിൽഗ്രിം സെൻറ്റർ, അതിന് ഒരു 20 മുറിയെങ്കിലുമുള്ള ഒരു നല്ല ഗസ്റ്റ് ഹൗസിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. അതിൻ്റെയും ഫൈനൽ കാര്യങ്ങളിലേക്ക് അതിൻ്റെ നിർമ്മാണം ഉടൻ തുടങ്ങാൻ പറ്റും. ഇങ്ങനെ നഗരത്തിനകത്തും പുറത്തും എല്ലാ പഞ്ചായത്തുകളിലും ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഉമ്മന്നൂർ എടുത്താൽ അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അവിടുത്തെ വില്ലേജ് ഓഫീസ് എല്ലാം പുതിയത് വന്നു കഴിഞ്ഞു. റോഡുകളെല്ലാം, എല്ലാ റോഡുകളും എയർപോർട്ട് റോഡുകളെന്ന് വിളിക്കുന്ന തരത്തിലേക്ക്, ആളുകൾ വിളിക്കുന്ന തരത്തിലേക്ക് നല്ലപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും, വെളിയം പഞ്ചായത്ത് എടുത്താലും, പിന്നെ കരിപ്പുഴ എടുത്താലും, എഴുകോൺ പഞ്ചായത്ത് എടുത്താലും, മുനിസിപ്പാലിറ്റി എടുത്താലും, നമ്മുടെ മൈലം, കുളക്കട തുടങ്ങി എല്ലാ പഞ്ചായത്തുകളിലും ധാരാളം കാര്യങ്ങളാണ്. നെടുവത്തൂർ പഞ്ചായത്തിൽ റോഡുകൾ, പുതിയ കിഫ്ബി പദ്ധതിയിൽ ഒരു വലിയ തിയേറ്റർ കോംപ്ലക്സ് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളുമായി അനുവാദമായി, ഭരണാനുമതിയായി 3 തിയേറ്ററുള്ള കൊട്ടാരക്കര ശ്രീധരൻ നായർ ഭരത് മുരളി സ്മാരക ഒരു വലിയ തിയേറ്റർ കോംപ്ലക്സ്, അതിൻ്റെ സ്ഥലം 2 ഏക്കർ സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. ആ സ്ഥലം ഇപ്പോൾ അനുവദിച്ച് കിട്ടി. അവിടെ ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാ കാര്യങ്ങളും കിഫ്ബി അനുവദിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ 2 സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് കിഫ്ബി ഫണ്ട് വഴി പ്രധാനമായും വിഭാവനം ചെയ്യുന്നത്. 1834 കൊട്ടാരക്കരയിൽ സ്ഥാപിതമായ സ്കൂളാണ് GVHSS. ഇതിന്റെ വികസനത്തിന് 5 കോടി രൂപ കിഫ്ബി വഴി അനുവദിച്ചിട്ടുണ്ട്. പെരുങ്കുളത്ത് സ്ഥിതി ചെയ്യുന്ന GPVHSSന്റെ വികസനവും കിഫ്ബി ഫണ്ടിന്റെ കരുത്തിൽ പുരോഗമിക്കുന്നു. സ്കൂളുകൾക്കാണെങ്കിൽ 8 കോടി 9 കോടി രൂപ വരെ മുടക്കിയ സ്കൂൾ ബിൽഡിങ്ങുകൾ, പുതിയ ബിൽഡിംഗ് ഉണ്ട്. ഉദാഹരണത്തിന് മുട്ടറ സ്കൂള്, അതേപോലെ പിന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും മിക്കവാറും അത്തരം സ്ഥാപനങ്ങളുണ്ട്. ആസ്തി വികസന ഫണ്ടിൽ നിന്നുമായിട്ട് ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും കളിസ്ഥലങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ 4-5 കളിസ്ഥലങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ചെറുപ്പക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാത്രി കളിക്കാൻ പറ്റുന്ന ഫ്ലഡ് ലൈറ്റുള്ള സ്റ്റേഡിയങ്ങൾ, അത് പൂർത്തീകരിച്ചു. എല്ലാ സ്ഥലത്തും മാർക്കറ്റുകൾ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനം നടക്കുന്നു. ചില മാർക്കറ്റുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നെടുവങ്കാവിലെയും പുത്തൂരെയും മാർക്കറ്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. കൊട്ടാരക്കര ഇപ്പം ഉടൻ തന്നെ പൂർത്തീകരിക്കുന്ന തരത്തിലേക്ക് നിർമ്മാണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അത് കിഫ്ബി പദ്ധതിയാണ്. എല്ലാ മേഖലയിലും കൊട്ടാരക്കര എടുത്താൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. കേരളത്തിലാകെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകത. കൊല്ലം തലസ്ഥാനം എന്ന നിലയിൽ നടത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടുമൊക്കെ കേരളത്തിൻ്റെ ആകെ ഭാവിയെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് വിപുലമായ പ്രൊജക്റ്റുകൾ നടക്കുക. നാടറിഞ്ഞും നാട്ടാരെ അറിഞ്ഞുമുള്ള വികസന പ്രക്രിയയിലൂടെ കൊട്ടാരക്കര നവകേരളത്തിൻ്റെ ബ്രാൻഡുകളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തുടരെയുള്ള വികസനങ്ങൾ കൊട്ടാരക്കരയുടെ ഖ്യാതി വാനോളം ഉയർത്തുകയാണ്.